സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്പർ ഫോർമാറ്റിനെ കുറിച്ചും ഡേറ്റ് ഫോർമാറ്റിനെ കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഡാറ്റ അനാലിസിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോർട്ടിംഗ് എന്നുള്ളത്. സോർട്ടിങ്ങിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും മാത്രമാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അതിനുപരിയായി നമുക്കൊരു കസ്റ്റം ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിനനുസരിച്ച് എങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് കൂടി നമ്മളത് ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, സോർട്ട് ചെയ്യേണ്ട ഡാറ്റയ്ക്ക് മാറ്റമൊന്നും വരാതെ തൊട്ടടുത്ത സെല്ലിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഷീറ്റിലോ സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് സോർട്ട് ചെയ്തെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ്റെ അവസാനം അത് കാണാം. അത് ഡൗൺലോഡ് ചെയ്ത് വീഡിയോ നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. സോർട്ടിങ്ങിനായി ഒരു സാമ്പിൾ ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സോർട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ഡാറ്റ പൂർണ്ണമായും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം സെലക്ട് ചെയ്യാൻ വിട്ടുപോയാൽ അത് ഒഴിവാക്കിക്കൊണ്ട് സോർട്ട് ചെയ്യപ്പെടുകയും ഡാറ്റയിൽ തെറ്റുകൾ കടന്നുകൂടുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സെലക്ട് ചെയ്തു, ഇനി ഡാറ്റ ടാബിൽ സോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ആഡ് ലെവൽ ഒക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മൈ ഡാറ്റ ഹാസ് ഹെഡേഴ്സ്. നമ്മുടെ ഡാറ്റയ്ക്ക് ഒരു ഹെഡർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ആ ഹെഡറിലുള്ള കോളംസ് ആണ് ഇവിടെ കാണിക്കുക. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് കോളത്തിൻ്റെ ഡിഫോൾട്ട് കോളം ബി, കോളം സി ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യുന്നു. സിമ്പിളായിട്ട് നമുക്ക് നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് സോർട്ടിങ്ങിൽ അത് സെൽ വാല്യൂസ് A to Z വരെയാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ആൽഫബറ്റിക് ഓർഡറിലാണ് സെൽ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ കൊടുത്ത് നോക്കാം. ഓക്കെ കൊടുക്കുന്നതോടുകൂടി കുട്ടികളുടെ പേര് ആൽഫബറ്റിക് ഓർഡറിലായി. എന്നാൽ ലാംഗ്വേജ് നമുക്ക് ആ രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ലാംഗ്വേജ് അടിസ്ഥാനത്തിൽ കുട്ടികളെ സോർട്ട് ചെയ്ത് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുട്ടികളെ സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഒന്നും കൂടി നോക്കാം. Ctrl Z അടിച്ച് പഴയ പോലെ ആക്കിയിട്ടുണ്ട്. ഡാറ്റ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇനി നമ്മൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നമ്മൾ ലാംഗ്വേജ് ആദ്യം സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ലാംഗ്വേജിൻ്റെ ഓർഡറിൽ പേര് സോർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആഡ് ലെവൽ കൊടുത്ത് നമ്മൾ നെയിമും കൂടി സെലക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ ഓർഡറിൽ നെയിം സോർട്ട് ചെയ്യാതെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നെയിം കൂടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അറബിക്ക് ഉള്ള മുഴുവൻ കുട്ടികളെയും ആദ്യം സോർട്ട് ചെയ്തു, അവരുടെ ആൽഫബറ്റിക് ഓർഡറിലാക്കി. അതിനുശേഷം മലയാളം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. മലയാളം കുട്ടികളെയാണ് ആദ്യം വേണ്ടത്, പിന്നീട് സാൻസ്ക്രിറ്റ്, പിന്നീട് അറബിക്ക്, പിന്നീട് ഉറുദു എന്നിങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലാക്കി മാത്രം സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാം. നമ്മൾ സോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. സെൽ വാല്യൂസ് A to Z എന്നുള്ള കൊടുത്തുകൊണ്ടാണ് ആദ്യം അറബിക്ക് വന്നത്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, കസ്റ്റം ലിസ്റ്റാണ്. നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾക്ക് ഇവിടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റം ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമ്മുടെ ഈ ലേണിംഗ് സീരീസിലെ 6ാമത്തെ അധ്യായത്തിൽ ലെസൺ 6ൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിൽ സീരീസിൽ പെട്ട ഭാഗമാണ്. അത് നമ്മൾ കാണുക. ഇതിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മലയാളം, പിന്നീട് സാൻസ്ക്രിറ്റ്, പിന്നെ അറബിക്, പിന്നെ ഉറുദു ഇങ്ങനെയാണ്. കൂടുതൽ ലാംഗ്വേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നിങ്ങൾ ലെസൺ 6ലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമ്മൾ ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ആഡ് ലെവൽ കൊടുക്കുന്നു. നമുക്ക് ലാംഗ്വേജ് മാത്രമല്ല സോർട്ട് ചെയ്യേണ്ടത്, ആഡ് ലെവൽ കൊടുക്കുന്നു. ഇവിടെ വെച്ച് നമ്മൾ നെയിം എടുക്കുന്നു. ഇനി A to Z എന്നാണ് വാല്യൂസ്, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ നേരത്തെ അറബിക് ആയിരുന്നു ആദ്യം സോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ മലയാളം ഫസ്റ്റ്, പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സാൻസ്ക്രിറ്റ് ആണ്. ഇനി നമുക്കത് കഴിഞ്ഞ് മലയാളം കഴിഞ്ഞിട്ട് അറബിക്കാണ് വേണമെങ്കിൽ നമുക്ക് അറബി കൊടുക്കാം, എന്നിട്ട് പിന്നീട് ഉറുദു കൊടുക്കാം. ഇങ്ങനെ ഈ രീതിയിലും നമുക്ക് കസ്റ്റം ലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ ഹൈ, ലോ, മീഡിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലിസ്റ്റ് കൊടുത്ത് ആ ലിസ്റ്റ് ഇതിലുണ്ടാവണം, നമ്മുടെ കോളത്തിൽ ഉണ്ടാവണം. അതിനനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാവുന്നതാണ്. ആൽഫബറ്റിക് ഓർഡർ അല്ലാത്ത രീതിയിലും സോർട്ട് ചെയ്യാമെന്ന് കാണിക്കാനാണ് ഈ രീതി കൂടി ഇവിടെ വിശദീകരിച്ചത്. നമുക്ക് മറ്റൊരു ഡാറ്റ കൂടി നോക്കാം. നമ്മളിത് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നു, ഡാറ്റ സോർട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ഹെഡിങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ റവന്യൂ ആണ് സെലക്ട് ചെയ്തതെങ്കിൽ റവന്യൂ വാല്യൂസ് ആയതുകൊണ്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് കാണിക്കും. നമുക്കത് ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ഒരു ഡാറ്റ കിട്ടും. ഇനി അതിലുപരി നമുക്ക് ഈ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഡാറ്റ എടുത്തതാണ്. ഈ ഡാറ്റൻ്റെ ഇടയിലൊക്കെ ഒരു കോളം, ഒരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒരു ഇൻസേർട്ട് കോളം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റോ വന്നു. ഇനി അടുത്തത് ഇവിടെ സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഇൻസേർട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 100 റോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും നമുക്കിങ്ങനെ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അതിനുള്ള ഒരു ടിപ്സാണ് പറയുന്നത്. നമുക്ക് ഒരു കോളം ലെഫ്റ്റിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പോൾ
എന്തെങ്കിലും നമ്പർ കൊടുക്കാം, നമ്പർ എന്ന് കൊടുക്കാം. അത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സീരിയൽ ഓർഡറിൽ നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു. സോറി, ഫിൽ സീരീസിൽ നമ്മൾ ഇതിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ ഫിൽ സീരീസ് പറഞ്ഞിരുന്നു. ഫിൽ സീരീസ് കൊടുക്കുക. അപ്പോൾ 15 റോസ് ആണുള്ളത്. ഇങ്ങനെ കോപ്പി ചെയ്തു. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഇത് കോപ്പി ചെയ്ത് എൻ്റർ കീ അമർത്തുന്നതോടുകൂടി നമുക്ക് 15 റോ ബ്ലാങ്ക് വന്നു. നമ്മളിത് സെലക്ട് ചെയ്ത് ഇതിന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഇതിൻ്റെ ഇതൊക്കെ വരച്ചു വെച്ചു. അതേപോലെ ഇവിടെ നമുക്ക് ബോർഡർ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു വെച്ചു. ഇനി നമ്മൾ ഒന്ന് സോർട്ട് ചെയ്യാണ്. എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ സോർട്ട് ചെയ്യുക? ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഡാറ്റയിൽ സോർട്ടിങ് ക്ലിക്ക് ചെയ്യുന്നു. മൈ ഡാറ്റ ഹെഡേഴ്സ് എടുത്തു. ഇനി നമ്മൾ ഇവിടെ നമ്പർ കൊടുത്തു. നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യം 1 സോർട്ട് ചെയ്തു. ഫസ്റ്റ് ഡാറ്റ ഉള്ളത് സോർട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ അടിയിൽ ഡാറ്റ ഇല്ലാതെ നമ്മൾ കൊടുത്തിരുന്നു, അത് സോർട്ട് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമില്ല. ഇതെന്ത് ചെയ്യാം? Ctrl- അടിച്ച് നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എല്ലാ റോന്റെ അടിയിലും ഓരോ റോ എക്സ്ട്രാ വന്നു. ഇതൊരു ടിപ്പാണ്. എളുപ്പത്തിൽ ഇങ്ങനെ നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു ടിപ്പ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ സാധാരണ എപ്പോഴും സോർട്ട് ചെയ്യുന്നത് ഒരു കോളം വൈസ് ആയിട്ടാണ്. ഇതാ ഈ കൺട്രി എന്ന് പറഞ്ഞ കോളം, അല്ലെങ്കിൽ റവന്യൂ എന്നുള്ള കോളം, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡർ, അസെൻഡിങ് ഡിസെൻഡിങ്, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ സോർട്ട് ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് റോ വൈസ് സോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഈ ഓരോ കോളത്തിനിടയിലും നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കോളം കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. പക്ഷേ കൂടുതൽ വലിയൊരു ഡാറ്റ ആണെങ്കിൽ, കൂടുതൽ കോളം ഉണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി 1 2 3 4 4 വരെ കൊടുത്തു. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തു വെക്കാം. പോയി ഇവിടെ ബോർഡർ ലൈൻ ഒക്കെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ ടാബിൽ പോയി സോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതൊക്കെ നോക്കി. നോർമലി ഇത് അവിടെ കോളം എന്നാണ് കാണുന്നത്. നമ്മൾ കോളമാണ് സോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് കാണാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഓപ്ഷൻസ് നമുക്ക് സോർട്ട് ഓപ്ഷൻസ്, കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ക്യാപിറ്റൽ എ സ്മോൾ ലെറ്റർ എ, കേസ് സെൻസിറ്റീവ് ആയിട്ട് സോർട്ട് ചെയ്യും. ആദ്യം ആൽഫബറ്റിക് ഓർഡറിൽ ക്യാപിറ്റൽ എ എടുക്കും. ക്യാപിറ്റൽ എ കഴിഞ്ഞാൽ പിന്നെ സ്മോൾ എ, അങ്ങനെയുള്ള സോർട്ടിംഗ് ആണത്. നമ്മൾ അതോട് വിശദീകരിക്കുന്നില്ല. ഈസിയാണ്, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ സോർട്ട് ടോപ്പ് ടു ബോട്ടം, അതാണ് നമ്മൾ ചെയ്യുന്ന കോളം വൈസ് സോർട്ടിംഗ്. ഇനി നമ്മൾ അതിൻ്റെ അടിയിൽ കാണുന്ന ഭാഗം സെലക്ട് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മാറി, റോ വൈസ് ആയി. അപ്പോൾ ഇവിടെ റോ ആണ് കാണിക്കുക, ഡാറ്റ ഹെഡേഴ്സ് ഇല്ല കാണിച്ചു. അപ്പോൾ റോ 1 നമ്മൾ സെലക്ട് ചെയ്താൽ ഈ റോ 1 ഇതാണ്. 1 2 3 4 ആണ്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. നമ്മൾ റോ 2 സെലക്ട് ചെയ്താൽ മാറി. കാരണം റോ 2 എന്താണ്? സെയിൽസ്മാൻ, സെയിൽസ് സോൺ, കൺട്രി, റവന്യൂ. അപ്പോൾ അത് ടെക്സ്റ്റ് ആയതുകൊണ്ട് A to Z എന്നാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യം കോളം ഇൻസേർട്ട് ചെയ്യലായതുകൊണ്ട് നമ്മൾ 1 സെലക്ട് ചെയ്തു, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഈ 1ന്റെ ആദ്യത്തെ കോളം സോർട്ട് ചെയ്തതിന് ശേഷം ബ്ലാങ്ക് കോളം എടുത്തു. ഇങ്ങനെ നമുക്ക് ഇതാക്കാം. ഇനി ആവശ്യം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഓരോ കോളം ഒരു ടിപ്പ് എന്നുള്ള നിലക്ക് സോർട്ടിംഗ് ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോർട്ടിംഗ് ഉപയോഗിച്ച് ഉള്ള മറ്റൊരു ടിപ്പ് കൂടി നമുക്ക് നോക്കാം. നമുക്കിവിടെ റവന്യൂ അവസാനമാണ്. റവന്യൂ ആദ്യം വരണം, അത് കൺട്രി അതിന് ശേഷം വരണം. അതായത് ഇതിങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ, ഇപ്പോൾ ഉള്ള ഓർഡർ മാറ്റി നമുക്ക് മറ്റൊരു ഓർഡറിലേക്ക് പെട്ടെന്ന് ആക്കണം. അപ്പോൾ അതായത് ഉദാഹരണത്തിന് റവന്യൂ നമ്മളിവിടെ ആദ്യം വരണം, പിന്നെ കൺട്രിയാണ് നമുക്ക് വേണ്ടത്, പിന്നെ വേണ്ടത് സെയിൽസ്മാൻ്റെ പേരാണ്, പിന്നെ സോൺ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഓർഡർ ഇവിടെ പെട്ടെന്ന് നമുക്ക് അത് കൃത്യമായിട്ട് തന്നെ ആണെന്ന് അറിയാനാണ് ഞാനിവിടെ ഇത് കോപ്പി ചെയ്തിട്ടത്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കോളം സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഈ എൻഡിൽ കൊണ്ടുവരുന്നു. ഈ എൻഡിൽ കൊണ്ടുവരുമ്പോൾ മൗസ് പോയിന്ററിന്റെ ഇത് പിന്നെ ഒരു പരസ്പരമുള്ള ക്രോസ് ആയിട്ട് മാറും. അതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ പച്ച വര കണ്ടില്ലേ, അവിടെ കൊണ്ടുപോയി വിട്ടാൽ ഇത് നേരെ ഇവിടെ വരും. ഇതേപോലെ ഏതിനെയും നമുക്ക് ഏത് ഭാഗത്തേക്ക്, ഇപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വിടാം. അപ്പോൾ അത് അവിടുന്ന് നേരെ ഇവിടെ എത്തും. ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഇതിനെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ നമുക്ക് എന്താണ് മാർഗം എന്ന് നോക്കാം. കാരണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു റോ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തതാണ് റവന്യൂ, ഇനി രണ്ടാമത്തത് കൺട്രിയാണ്, അവിടെ 2 എന്ന് കൊടുത്തു, സെയിൽസ്മാൻ 3 എന്ന് കൊടുത്തു, സെയിൽസ് സോൺ 4 എന്ന് കൊടുത്തു. ഇനി നമുക്കിത് സോർട്ട് ചെയ്യണം. നമ്മളിത് സെലക്ട് ചെയ്യുന്നു, നേരെ ഡാറ്റ ടാബിൽ സോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓപ്ഷൻ മാറ്റണം. ഇതുവരെ നമ്മൾ കോളം വൈസ് ആണ് നമ്മൾ സോർട്ട് ചെയ്തത്, അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. നമുക്കത് റോ വൈസ് ആക്കണം. അതിന് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റോ എന്നായി. ഇനി റോയിൽ നമ്മൾ റോ 1 സെലക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ റോയിലാണ് നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ കാണിക്കും സെൽ വാല്യൂ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്.
ഇനി ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്ത് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ റവന്യൂ ആദ്യം കൺട്രി, പിന്നെ സെയിൽസ് ഓൺ, ഈ രീതിയിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ കോളം, ഈ റോ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ഡാറ്റ നമ്മൾ വിചാരിച്ച രൂപത്തിലായി. വലിയ ഡാറ്റാബേസ് ആണെങ്കിലും കൂടുതൽ കോളം ഉള്ള ഡാറ്റാബേസ് ആണെങ്കിലും ഈ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് കോളം ഇന്റർചേഞ്ച് ചെയ്യാവുന്നതാണ്. സോർട്ടിങ്ങിന്റെ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. നമ്മൾ സാധാരണ സോർട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡാറ്റ മൊത്തം മാറിപ്പോവാണ് ചെയ്യാം. നമുക്ക് സോർട്ട് ചെയ്ത റിസൾട്ട് വേറൊരു ഷീറ്റിൽ കിട്ടണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് കിട്ടണം എന്ന് വിചാരിക്കുക. ഇവിടെ തൊട്ടടുത്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നമ്മളൊരു ഫംഗ്ഷൻ എൻട്രി ആണ് ചെയ്യുക. നമുക്ക് അത് എളുപ്പമാണ്. നമുക്ക് ഇതിന് തൊട്ടടുത്താണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാണ്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ഷീറ്റ് വന്നു. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഹെഡിങ് നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഈ ഫസ്റ്റ് 3 കോളംസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഹെഡിങ് ഇവിടെ കോപ്പി ചെയ്തിട്ടു. ആവശ്യത്തിന് ലെങ്ത് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെയാണ് നമുക്ക് സോർട്ട് ചെയ്ത റിസൾട്ട് വരേണ്ടത്. ഇത് മറ്റൊരു ഷീറ്റിലാണ്. സോർട്ട് കമാൻഡ് ഫങ്ഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. SORT എന്നുള്ളത് തന്നെയാണ്. ടാബ് അമർത്തുന്നു. ഇനി സോർട്ട് ഈ ഭാഗം പോയി നമ്മൾ ആദ്യം തന്നെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഫോർമുല ബാറിൽ കൊടുത്താൽ മതി. കോമ കൊടുത്തു. സോർട്ട് ഇൻഡെക്സ് ആണ് ആദ്യം തന്നെ വേണ്ടത്. സോർട്ട് ഇൻഡെക്സ്, അതായത് എത്രാമത്തെ കോളത്തിന്റെ അടിസ്ഥാനത്തിലാണ് സോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ നെയിം ആണെങ്കിൽ സോർട്ട് ഇൻഡെക്സ് 2 എന്ന് കൊടുക്കുന്നു. ഇനി അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്നുള്ളതാണ്. അസെൻഡിങ് ആണെങ്കിൽ 1 എന്ന് കൊടുക്കണം, ഡിസെൻഡിങ് ആണെങ്കിൽ -1 എന്ന് കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അമർത്തുന്നു. അതോടുകൂടി ഇവിടെ സോർട്ടിങ് വന്നു. ഇനി നമുക്ക് മൾട്ടി ലെവൽ സോർട്ടിംഗ് ആണ് വേണ്ടത്. അതായത് ആദ്യം ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണം, പിന്നീട് നമുക്ക് പേരിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കണം. അതായത് അത് 2021 MS ഓഫീസ് മുതലാണ് ആ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെയുള്ള ഇതിൽ ഈ ഇപ്പോൾ കാണിച്ചിട്ടുള്ള സോർട്ടിങ്ങേ കിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഒന്ന് അതിന്റെ മറ്റൊരു ഇത് കോപ്പി ചെയ്തിടാം. ഹെഡിങ് ഇവിടെ കോപ്പി ചെയ്യുന്നു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ സോർട്ട് ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെയാണ് റിസൾട്ട് വരേണ്ടത് എന്നുള്ളതുകൊണ്ട് കൊടുക്കുന്നു. ഇനി വീണ്ടും നമ്മൾ റേഞ്ച് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി കൊടുക്കാനുള്ളത് നമുക്ക് ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സ് ഒരു അറേ പോലെയാണ് നമ്മൾ കൊടുക്കുക. അതായത് ബ്രേസിൽ ആദ്യം സോർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ലാംഗ്വേജ് അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ 3ാമത്തെ ആണ് ഇൻഡെക്സ്. പിന്നെ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് 2ാമത്തെ കോളാണ്. അപ്പോൾ അത് 2 എന്ന് കൊടുത്തു. അങ്ങനെ ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഇനി കോമ കൊടുത്തതിന് ശേഷം ആദ്യത്തേത് അസെൻഡിങ് ആണെന്ന് കാണിക്കാൻ 1 എന്ന് കൊടുക്കുന്നു. 2ാമത്തതും അസെൻഡിങ് ആണെന്ന് കാണിക്കാൻ വീണ്ടും ഒരു 1 കൊടുക്കുന്നു. എന്നിട്ട് ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഫംഗ്ഷന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം അറബിക്ക്, പിന്നെ മലയാളം, അങ്ങനെ ആ രീതിയിൽ സോർട്ട് ചെയ്ത് വന്നു. അപ്പോൾ മറ്റൊരു പേജിലോ മറ്റൊരു സ്ഥലത്തോ ആദ്യത്തെ ഡാറ്റക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ ഈ കാര്യം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് സോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു കാര്യവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.